ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചന ധ്യാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്കലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. നോമ്പിൻ ദിനങ്ങളിൽ നാം ധ്യാനിക്കുന്നതിന് വേണ്ടി ഈ സീരീസിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ തിരികെ ദൈവത്തിലേക്ക്, അല്ലെങ്കിൽ ബാക്ക് ടു ഹിം എന്നുള്ളൊരു ടൈറ്റിലാണ്. മടങ്ങി വരവാണ് ഈ വചനവും നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ എന്ന ഒരു പ്രാർത്ഥന. ശരിക്കും നമുക്ക് സ്വയം മടങ്ങി വരുവാനായിട്ട് കഴിയുമോ? നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് കഴിയില്ല. അതിന് ദൈവസഹായം വേണമെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവം നമ്മെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇളയ പുത്രൻ അകന്നു പോയപ്പോൾ സുബോധത്തിന്റെ ആത്മാവിനെ കൊടുത്ത ആ ദൈവം നാമും ആയിരിക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട്, ആ മടങ്ങി വരണമെന്നുള്ള ചിന്ത ആ ദൈവമാണ് തരുന്നത് എന്ന് നാം തിരിച്ചറിയുക. 2, സുവിശേഷത്തിലെ ഒരു 2 വാക്യങ്ങൾ കൂടെ പരിചയപ്പെടുത്തി അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിലെ 44-ാമത്തെ വാക്യം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിക്കണം. യേശുക്രിസ്തു പറയുകയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാനായിട്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ, ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണമെങ്കിൽ നമ്മെ ആരാകർഷിക്കണം? കർത്താവായ ദൈവം ആകർഷിക്കണം. ഒരു ലോക കഷണത്തെ കാന്തം തന്നിലേക്ക് ആകർഷിക്കുന്നത് പോലെ ദൈവം പുത്രനിലേക്ക് നമ്മെ ആകർഷിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപ, ഈ ഒരു ആകർഷണം അനുഭവിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവത്തിലേക്കുള്ള മടങ്ങി വരവ് ആഗ്രഹിക്കുവാൻ നമുക്ക് ആ ഒരു ആകർഷണം കൂടിയേ തീരും. 3, യോഹന്നാൻ സുവിശേഷം 6 അതിന്റെ 65-ാമത്തെ വാക്യം. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. പിതാവ് കൃപ നൽകിയാലേ പുത്രനായ ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുവാൻ ആർക്കും കഴിയുകയുള്ളൂ. കൃപ, ഗ്രേസ്, നമുക്കൊരു അർഹതയുമില്ലാത്ത ഇടത്ത് ദൈവം തരുന്നത്. ഒരു അർഹതയില്ല അവിടെ ദൈവം തരുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ, നമുക്ക് തിരിച്ചറിയുന്നുവെങ്കിൽ, ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ ശ്രമം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കൃപ ലഭിച്ചു. മറിയയോട് കർത്താവ് പറഞ്ഞതുപോലെ, കൃപ ലഭിച്ചവനെ, കൃപ ലഭിച്ചവളെ എന്ന് കർത്താവ് നമ്മെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് തമ്പുരാന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയാക്കാം ഈ അനുഭവങ്ങൾ. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന ഇടത്തു നിന്ന് മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. തമ്പുരാൻ നമ്മെ ശരിയായി യഥാസ്ഥാനപ്പെടുത്തി ഈ ലോകത്തിന്റെ ലൗകികതയിൽ നിന്നും, ജഡീകതയിൽ നിന്നും, പാപ മ്ലേച്ഛത അനുഭവങ്ങളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുത്തു വരുവാനുള്ള കൃപ നമുക്ക് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവെ, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സകല പാപ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ അവിടുന്ന് മടക്കി വരുത്തണമേ. അതിനായി ഞങ്ങൾ ആകർഷിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.